ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. പ്രത്യാശയുടെ ഈസ്റ്ററിനെ വരവേൽക്കാനൊരുങ്ങി ക്രൈസ്തവ സമൂഹം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വേനൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കും ജലജന്യ രോഗങ്ങൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ, കാർഷിക വിദഗ്ധൻ MS സ്വാമിനാഥൻ എന്നിവർക്കുള്ള പുരസ്കാരമാണ് ഇന്ന് നൽകിയത്. മരണാനന്തര ബഹുമതിയായി നൽകിയ പുരസ്കാരം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അദ്വാനിക്ക് നാളെ രാഷ്ട്രപതി പുരസ്കാരം കൈമാറും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ആറ്റിങ്ങലിൽ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനു മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. ചാലക്കുടിയിൽ ഇടതു സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥും പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്, കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ, മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി V വസീഫ് തുടങ്ങിയവരും ഇന്ന് പത്രിക സമർപ്പിച്ചു. എറണാകുളം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനും ചാലക്കുടി മണ്ഡലത്തിൽ SUCI-C സ്ഥാനാർത്ഥി M പ്രദീപനും അതത് വരണാധികാരികൾക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കോട്ടയം മണ്ഡലത്തിൽ SUCI-C സ്ഥാനാർത്ഥി തമ്പി പത്രിക സമർപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് സജീവമായി തുടരുന്നു. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനത്തിലാണ്. LDF നെയ്യാറ്റിൻകര മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ നേതൃത്വത്തിലാണ് UDFന്റെ പ്രചാരണ പരിപാടികൾ. NDAയ്ക്ക് വേണ്ടി ദേശീയ നേതാക്കൾ പ്രചാരണത്തിനെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിൽ ആരും ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടത് വലത് മുന്നണികൾക്കൊപ്പം NDAയും ശക്തമായ പോരാട്ടം നടത്തുന്ന ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ്, UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് എന്നിവർ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. നിയമസഭാ മണ്ഡലങ്ങളിലെയും പഞ്ചായത്ത് തലങ്ങളിലെയും ആദ്യഘട്ട പര്യടനം ഇതിനോടകം സ്ഥാനാർത്ഥികൾ പൂർത്തിയാക്കി. വരും ദിനങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിലുള്ള സന്ദർശനത്തിനൊപ്പം ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനങ്ങളും കോർണർ യോഗങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ ആരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. വരുന്ന 2 ദിവസം പൊതു അവധിയായതിനാൽ ഇനി ഏപ്രിൽ 2 മുതൽ 4 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാനാകുക. പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച 4547 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ ഫ്ലൈയിംഗ് സ്ക്വാഡും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡും ചേർന്ന് നീക്കം ചെയ്തു. ഇതിൽ 588 പരാതികൾ CVGIL ആപ്പ് മുഖേന ലഭിച്ചതാണ്. ഇതിനു പുറമെ GST എൻഫോഴ്സ്മെന്റും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോവുകയായിരുന്ന 20,17,500 രൂപ പിടികൂടി. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ചുമതലകൾ നിർവഹിക്കാൻ വികാസ് സീതാറാംജി ഭാലയുടെ നേതൃത്വത്തിൽ 3 ഒബ്സർവർമാരെ നിയോഗിച്ചു. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുജനങ്ങളും സ്ഥാപനങ്ങളും ശ്രദ്ധിക്കണം. കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണം. വേനൽക്കാലമായതിനാൽ ജലജന്യ രോഗങ്ങൾക്കെതിരെയും ചിക്കൻ പോക്സ്, മലേറിയ, മറ്റ് പകർച്ചപ്പനികൾ എന്നിവയ്ക്കെതിരെയും ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ കടൽ പട്രോളിംഗിൽ ബേപ്പൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള അൽ ഖമർ എന്ന ബോട്ട് കസ്റ്റഡിയിലെടുത്തു. KMFR ആക്ടിന് വിരുദ്ധമായി രാത്രികാല മത്സ്യബന്ധനം, കരവലി എന്നിവ നടത്തിയതിനാണ് നടപടി. 2,50,000 രൂപ പിഴ ഈടാക്കി. മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്ന ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ തുടർന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ സമൂഹം നാളെ ഈസ്റ്റർ ആഘോഷിക്കും. കുരിശുമരണത്തിനു ശേഷം 3-ാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ സമാപനം കൂടിയാണ് ഈസ്റ്റർ. ഈസ്റ്റർ തലേന്ന് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസകൾ നേർന്നു. സത്യം ശാശ്വതമാണെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈസ്റ്റർ ആശംസകൾ നേർന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വാഴ്ത്തുന്ന ഈസ്റ്റർ പാവപ്പെട്ടവരെ സേവിക്കാനുള്ള ആത്മാർപ്പണത്തിനുള്ള പ്രചോദനമാകട്ടെയെന്ന് ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. പ്രതിബന്ധങ്ങളെയും അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് സ്നേഹത്തിന്റെയും കരുണയുടെയും മൂല്യങ്ങൾ ശോഭിക്കുമെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 3 വരെ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. കേരള ഹിന്ദി പ്രചാര സഭയുടെ 2 വർഷത്തെ ബി.എഡ് ആചാര്യ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. +2 അടിസ്ഥാന യോഗ്യതയും 50% മാർക്കോടെ സാഹിത്യാചാര്യ അല്ലെങ്കിൽ ഹിന്ദി BA, MA എന്നീ പരീക്ഷയോ പാസ്സായവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ 0471 23 21 378 എന്ന നമ്പറിൽ ലഭ്യമാണ്. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് അടുത്ത മാസം 9 കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സും പഞ്ചാബ് കിങ്സും ഏറ്റുമുട്ടും. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏക്ന സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഇടുക്കി ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല നീന്തൽ പരിശീലനം നാളെ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ ആരംഭിക്കും. ദേശീയ അന്തർദേശീയ നീന്തൽ താരങ്ങൾ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകും. 2 മുതൽ 8 വയസ്സുവരെ പ്രായമായ കുട്ടികൾക്ക് മാത്രമായി പ്രത്യേക നീന്തൽക്കുളത്തിൽ പരിശീലനമുണ്ടാകും. തിരുവനന്തപുരം വഴുതക്കാട് വെള്ളയമ്പലം റോഡിലെ ഗതാഗതം നിരോധിച്ചതിനാൽ തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഏപ്രിൽ 1, 2 തീയതികളിൽ സിറ്റിംഗ് ഉണ്ടായിരിക്കില്ലെന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അറിയിച്ചു. ഇടുക്കിയിലെ തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സഹകരണത്തോടെ ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല സൈക്ലിംഗ് പരിശീലനം സംഘടിപ്പിക്കുന്നു. സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സൈക്ലിസ്റ്റുകളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് പരിശീലനം. കുട്ടികളുടെ കായികശേഷി പരിപോഷിപ്പിക്കാൻ മധ്യവേനൽ അവധിക്കാലത്ത് പഞ്ച് സെന്ററുകളിൽ ബോക്സിംഗ് പരിശീലനം സംഘടിപ്പിക്കുന്നു. സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി കോട്ടയം മാന്നാനം സെന്റ് എഫ്രംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് കേരള ഫൌണ്ടേഷനാണ് ക്യാമ്പ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. പ്രത്യാശയുടെ ഈസ്റ്ററിനെ വരവേൽക്കാനൊരുങ്ങി ക്രൈസ്തവ സമൂഹം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വേനൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കും ജലജന്യ രോഗങ്ങൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.